തൂരും മുമ്പിലാണെങ്കിൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വൈജയന്തിയാണെങ്കിൽ അങ്ങനെ സഹായം ചോദിക്കുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. ബാലചന്ദ്രൻ എന്തായാലും ഷോപ്പിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാപനത്തിൽ ഒന്നാക്കോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ബാലേന്ദ്രൻ പറയാണ്, തനിക്ക് മനസ്സില്ല, തനിക്കതിന് കഴിയില്ല, സാധിക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം എന്തുകൊണ്ട് പറ്റില്ല, നിങ്ങൾ ആ വഴിക്കല്ലേ പോകുന്നത്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നു. നിന്നോടല്ലേ വൈജയന്തി ഞാൻ ഇന്നലെ പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയല്ല, നീ എൻ്റെ വീട്ടിൽ അധികമായി താമസിക്കുന്ന ഒരു ഭൂതമാണെന്ന്. പിന്നെയും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇനി നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നിൻ്റെ ആങ്ങളമാരോട് പറയാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. വൈജയന്തി ഒടുവിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ് എന്ന് കാണാം. ഇവിടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതായത് ഞാൻ പോവുകയാണ് മോളെ, നിങ്ങൾക്ക് വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട അച്ഛാ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് അച്ഛൻ്റെ ഭാവത്തെ, അച്ഛൻ്റെ മാനസിക ശക്തിയെക്കുറിച്ച് ചോദിക്കുകയാണ് നമ്മുടെ ബബിത. കൃഷ്ണമോള്, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛൻ സന്തോഷത്തിൽ തന്നെയല്ലേ, അച്ഛൻ്റെ മനസ്സിന് വേദന വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സന്തോഷത്തിലോ? ഞാനോ? മോളെ, നിനക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ. എന്തായാലും നിങ്ങളെപ്പോലെ ഒത്തൊരുമയുള്ള മക്കളെ കിട്ടിയതിൽ ഈ അച്ഛൻ അതീവ സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എന്തായാലും അച്ഛൻ്റെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നീ ചോദിച്ചല്ലോ മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണയോട് പറയുകയും തുടർന്ന് പോവുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. കൃഷ്ണമോൾക്ക് അച്ഛൻ്റെ അവസ്ഥ സത്യത്തിൽ നല്ല രീതിയിൽ വേദനയുണ്ടാക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലാണ്. സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലാണെങ്കിൽ അലീന വല്യപ്പച്ചനോട് സ്റ്റാലിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാനൊരു അനാഥാലയത്തിലാണ് താമസിച്ചത്, അവിടെ ബ്രിജിത മമ്മി എന്ന് പറയുന്ന ഒരു മമ്മി ഉണ്ടായിരുന്നെന്നും മമ്മി എനിക്ക് തെറ്റും ശരിയും നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ മോൾ എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. വല്യപ്പച്ചൻ പപ്പയെ എന്തായാലും ഉപദേശിച്ച് ഒന്ന് നേർവഴിക്കാക്കിയേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നു. പപ്പയുടെ ഈ മാതിരിയുള്ള പോക്ക് അത് ശരിയല്ല എന്നുകൂടി അലീന പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയം നമ്മുടെ വല്യപ്പച്ചൻ ഔതക്കുട്ടി നേരെ മദ്യപിക്കാൻ പോകുന്ന സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എടാ സ്റ്റാലി, നീ എന്തായാലും മദ്യപാനം നിർത്തിയേ മതിയാവുകയുള്ളൂ. നിനക്കൊരു മകളുണ്ട്, നീ എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? അവളുടെ സന്തോഷത്തിനൊത്തല്ലേ നീ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അവൾക്ക് ഇവിടെ എന്താ കുറവ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റാലിട്ടോ. അപ്പോഴാണെങ്കിൽ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എടാ എന്താ കുറവെന്നോ, ഒരു അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളിവിടെ നിൽക്കുന്നത് എന്ന് തന്നോട് ചോദിച്ചു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം സ്റ്റാലിനും മെല്ലെ തിരിച്ചറിവിലേക്ക് നീങ്ങുകയാണോ എന്ന് കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. സ്റ്റാലിനാണെങ്കിൽ മദ്യപാനം നിർത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്ന് അപ്പനോട് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു.
ഇതിന് മുമ്പ്, അതായത് ഈ സംഭവത്തിന് ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വീട്ടിലെ മുറ്റമടിക്കാൻ വരുന്ന ജോലിക്കാരിക്ക് വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അത് അലീന നല്ല രീതിയിൽ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. ഈ പരിപാടി ഇവിടെ നടക്കില്ല പൗലോസേട്ടാ, മര്യാദയ്ക്ക് അവരുടെ സഞ്ചിയിലേക്ക് വെച്ചത് പൗലോസേട്ടൻ എടുത്ത് തിരികെ വെക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പൗലോസേട്ടൻ അത് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പൗലോസേട്ടന് ഈ വീട്ടിൽ ജോലി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇവിടുത്തെ ജോലി പൗലോസേട്ടന് നഷ്ടപ്പെടുമെന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എടുക്കില്ല എന്ന് നമ്മുടെ പൗലോസ് പറയുമ്പോൾ എങ്കിൽ ഞാൻ എടുപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം ദേഷ്യപ്പെട്ടുകൊണ്ട് പൗലോസ് സ്റ്റാലിനെ പോയി വിളിക്കുകയാണ് കേട്ടോ. സ്റ്റാലിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, എന്നെ ജോലി എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല സാറിൻ്റെ മോള്, എന്നോട് ജോലി എടുക്കണ്ട എന്നാണ് പറയുന്നത്, എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്, സത്യമൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും സ്റ്റാലിയാണെങ്കിൽ അവൾ അങ്ങനെയായോ, അത്രയ്ക്ക് ധൈര്യമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ് പാഞ്ഞ് സ്റ്റാൻലി കേട്ടോ അടുക്കളയിലേക്ക്. ഇതേ സമയം അടുക്കളയിൽ അലീനയുണ്ട്. അലീനയാണെങ്കിൽ ഇങ്ങനെ നിന്ന് ആ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നും സാധനങ്ങളൊക്കെ തിരികെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി വന്നിട്ട്, അലീന നീ പൗലോസിനോട് ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാതെ ഇവിടെ തുടരേണ്ട എന്ന് പറഞ്ഞു എന്ന് അലീന എടുത്തു പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. അത്രയും തോന്നിവാസമാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് അലീന കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് പപ്പയറിയാതെ ഇവർ പപ്പയുടെ സാധനങ്ങൾ എല്ലാം ഇവർക്ക് കൊടുക്കുകയാണ്. അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പപ്പ അറിഞ്ഞിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പപ്പയോട് ഇവർ പറയാതെ ചെയ്യുന്ന ഈ കള്ളത്തരം ഞാൻ കയ്യോടെ പിടികൂടി. ഒരു തവണ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. ഇതിപ്പോൾ ഞാൻ വന്നതിന് ശേഷം കുറേ പ്രാവശ്യമായി എന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസിനെ സ്റ്റാലിൻ പൊളിച്ചെടുക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.